ആഗോളതാപനം നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയ വഴികളിലൂടെ ലോകത്തെ മാറ്റുകയാണ്. ദക്ഷിണേന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആഘാതം വളരെ വിനാശകരമായിരിക്കും. സമുദ്രനിരപ്പ് ഉയരുകയും തീവ്രമായ കാലാവസ്ഥാ സംഭവങ്ങൾ പതിവായി ഉണ്ടാവുകയും ചെയ്യുന്നതിനാൽ കേരളത്തിൻ്റെ തീരപ്രദേശങ്ങൾക്ക് കടുത്ത വെള്ളപ്പൊക്കവും മണ്ണൊലിപ്പും നേരിടേണ്ടി വന്നേക്കാം. മുഴുവൻ ഗ്രാമങ്ങളും വെള്ളത്തിനടിയിൽ അപ്രത്യക്ഷമാകുകയും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ വീടുകൾ വിടാൻ നിർബന്ധിതരാകുകയും ചെയ്യും. വിളകൾ പരാജയപ്പെടാം. കൃഷി, മത്സ്യബന്ധനം, വിനോദസഞ്ചാരം എന്നിവയെ വളരെയധികം ആശ്രയിക്കുന്ന സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർന്നേക്കാം. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കാശ്മീർ ഒരു സാധ്യതയുള്ള അഭയസ്ഥാനമായി ഉയർന്നു വന്നേക്കാം. ഉയർന്ന ഉയരവും തണുത്ത കാലാവസ്ഥയും ഉള്ളതിനാൽ വർദ്ധിച്ചു വരുന്ന താപനില കാശ്മീരിനെ ബാധിക്കാതിരിക്കുകയും കുടിയൊഴിപ്പിക്കപ്പെട്ട കേരളീയർക്ക് ഒരു പുതിയ വാസസ്ഥലം നൽകുകയും ചെയ്യും. എന്നാൽ രണ്ട് പ്രദേശങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വളരെ വലുതാണ്. കേരളം ഉഷ്ണമേഖലാ പ്രദേശവും ഈർപ്പമുള്ളതുമാണ്. അതേസമയം കാശ്മീർ പർവ്വത പ്രദേശവും തണുപ്പുമാണ്. ഈ വൈരുദ്ധ്യം കുടിയേറ്റത്തെ ഒരു ശാരീരിക യാത്ര മാത്രമല്ല, വൈകാരികവും സാംസ്കാരികവുമായ വെല്ലുവിളിയാകും. കാലാവസ്ഥാ വ്യതിയാനം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് കാലാവസ്ഥാ അഭയാർത്ഥികളെ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ ഈ വിഷയം ഇന്ന് വളരെ പ്രസക്തമാണ്. ഇത്തരം വലിയ തോതിലുള്ള കുടിയേറ്റത്തിന് രാജ്യങ്ങളും സംസ്ഥാനങ്ങളും തയ്യാറാകണം. ഈ സാഹചര്യം സങ്കല്പിക്കുന്നതിലൂടെ ആളുകൾക്ക് പുതിയ പരിസ്ഥിതികളുമായി എങ്ങനെ പൊരുത്തപ്പെടാമെന്നും അത്തരം പ്രതിസന്ധികൾക്കായി സർക്കാരുകൾക്ക് എങ്ങനെ ആസൂത്രണം ചെയ്യാമെന്നും അത്തരം വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോൾ സാംസ്കാരിക സ്വത്വങ്ങൾ എങ്ങനെ സംരക്ഷിക്കാമെന്നും നമുക്ക് പര്യവേഷണം ചെയ്യാൻ കഴിയും. ഈ സാഹചര്യം സാങ്കല്പികമാണെങ്കിലും ചൂട് കൂടിയ ലോകത്ത് മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ച് ഇത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തുന്നു. ആഗോളതാപനം കേരളത്തെ, പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളെ സാരമായി ബാധിക്കുന്നു. സമുദ്രനിരപ്പ് ഉയരുന്നത് തീരദേശ മണ്ണൊലിപ്പിന് കാരണമാകുകയും ബീച്ചുകളെയും ഗ്രാമങ്ങളെയും പതുക്കെ വിഴുങ്ങുകയും ചെയ്യുന്നു. കടൽ ഭൂമി കയ്യേറുന്നതിനാൽ കൃഷിക്കായി ഉപയോഗിക്കുന്ന ഫലഭൂയിഷ്ഠമായ പ്രദേശങ്ങൾ നഷ്ടപ്പെടുകയും നിരവധി ആളുകൾ കുടിയേറാൻ നിർബന്ധിതരാകുകയും ചെയ്യുന്നു. കൂടുതൽ തീവ്രവും പതിവുള്ളതുമായ കൊടുങ്കാറ്റുകളിലും വെള്ളപ്പൊക്കങ്ങളിലും സ്ഥിതി കൂടുതൽ വഷളാകുന്നു. ഇത് നാശമുണ്ടാക്കുക മാത്രമല്ല, കൃഷി, മത്സ്യബന്ധനം, വിനോദസഞ്ചാരം എന്നിവയെ വളരെയധികം ആശ്രയിക്കുന്ന കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു. കർഷകർക്ക് വിളകൾ നഷ്ടപ്പെടുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം ബുദ്ധിമുട്ടാകുന്നു. അപകടങ്ങളും നാശനഷ്ടങ്ങളും കാരണം വിനോദസഞ്ചാരികൾ മാറി നിൽക്കുന്നു. സാമ്പത്തിക തകർച്ച ഒരു തരംഗ ഫലമുണ്ടാക്കുന്നു. ആളുകൾ ഉപജീവനത്തിനായി പാടുപെടുമ്പോൾ തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും ദാരിദ്ര്യം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതിനകം തന്നെ തിരക്കേറിയ നഗരങ്ങളിലും പട്ടണങ്ങളിലും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ദുരിതബാധിതമായ തീരപ്രദേശങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ ഉൾനാടുകളിലേക്ക് നീങ്ങുന്നു. ഈ അമിത ജനസംഖ്യ ഭക്ഷണം, വെള്ളം, പാർപ്പിടം തുടങ്ങിയ വിഭവങ്ങളുടെ കുറവിലേക്ക് നയിക്കുന്നു. ലഭ്യമായ ചെറിയ കാര്യങ്ങൾക്കായി ആളുകൾ പോരാടാൻ തുടങ്ങുന്നു. ഇത് സാമൂഹിക അസ്വസ്ഥതയിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കും നയിക്കുന്നു. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടത്ര സഹായം നൽകാനോ വേണ്ടത്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനോ കഴിയാത്ത സർക്കാർ വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നു. വർദ്ധിച്ചു വരുന്ന അപകടങ്ങളും നിരവധി ഉപജീവന മാർഗങ്ങളുടെ തകർച്ചയും കണക്കിലെടുത്ത് വൻതോതിലുള്ള കുടിയേറ്റമാണ് ഏക പരിഹാരമെന്ന് കേരള സർക്കാർ തീരുമാനിക്കുന്നു. കാശ്മീർ പോലുള്ള സുരക്ഷിതമായ പ്രദേശങ്ങളിലേക്ക് ആളുകളെ എങ്ങനെ മാറ്റാമെന്ന് അവർ ആസൂത്രണം ചെയ്യാൻ തുടങ്ങുന്നു. എന്നിരുന്നാലും ഈ തീരുമാനം എളുപ്പമല്ല. വിഭവങ്ങൾ സുരക്ഷിതമാക്കുന്നതിലും ഗതാഗതം സംഘടിപ്പിക്കുന്നതിലും ഇത്രയും വലിയ തോതിലുള്ള സ്ഥലം മാറ്റത്തിന്റെ ലോജിസ്റ്റിക്സ് കൈകാര്യം ചെയ്യുന്നതിലും സർക്കാർ വെല്ലുവിളികൾ നേരിടുന്നു. കുടിയേറ്റത്തിനുള്ള ആസൂത്രണത്തിനും വിഭവങ്ങൾ നൽകുന്നതിനും സഹായിക്കുന്നതിൽ അന്താരാഷ്ട്ര ഏജൻസികളും ഒരു പങ്ക് വഹിക്കുന്നു. കേരളത്തിൽ നിന്ന് കാശ്മീരിലേക്കുള്ള യാത്ര ഒരു മഹത്തായ ദൗത്യമായിരിക്കും. ദശലക്ഷക്കണക്കിന് ആളുകളെ അവരുടെ വസ്തുവകകൾക്കൊപ്പം വിശാലമായ ദൂരത്തിലൂടെ കൊണ്ടുപോകുന്നതിന് വൻതോതിലുള്ള ആസൂത്രണവും വിഭവങ്ങളും ആവശ്യമാണ്. ആളുകളുടെയും ചരക്കുകളുടെയും ഒഴുക്ക് കൈകാര്യം ചെയ്യുന്നതിനായി റോഡുകളും റെയിൽവേയും വിപുലീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഗതാഗതത്തിനായി പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. ബസ്സുകൾ, ട്രെയിനുകൾ, ചരക്ക് വിമാനങ്ങൾ പോലും ആളുകളെയും സാധന സാമഗ്രികളെയും കൊണ്ടുപോകാൻ ഉപയോഗിക്കും. യാത്ര സുരക്ഷിതമാണെന്നും ഭക്ഷണവും വെള്ളവും വൈദ്യസഹായവും വഴിയിലുടനീളം നൽകുന്നുണ്ടെന്നും സർക്കാർ ഉറപ്പാക്കേണ്ടതുണ്ട്. ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളുടെ എണ്ണത്തെ ആശ്രയിച്ച് ഈ വലിയ തോതിലുള്ള പ്രവർത്തനത്തിന് മാസങ്ങളെടുക്കും. ഒരുപക്ഷെ അതിലും കൂടുതൽ സമയമെടുക്കും. കുടിയേറ്റക്കാർ കാശ്മീരിൽ എത്തിക്കഴിഞ്ഞാൽ വെല്ലുവിളികൾ തുടരും. പുതുതായി വരുന്നവരെ ഉൾക്കൊള്ളാൻ അനുയോജ്യമായ പാർപ്പിടവും അടിസ്ഥാന സൗകര്യങ്ങളും ആവശ്യമാണ്. താൽക്കാലിക അഭയകേന്ദ്രങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ, ചന്തകൾ എന്നിവ വേഗത്തിൽ നിർമ്മിക്കേണ്ടതുണ്ട്. പുതിയ ജനസംഖ്യയെ സഹായിക്കാൻ ഭക്ഷണം, വെള്ളം, ഊർജം തുടങ്ങിയ വിഭവങ്ങൾ ലഭ്യമാണെന്ന് സർക്കാരും അന്താരാഷ്ട്ര ഏജൻസികളും ഉറപ്പാക്കേണ്ടതുണ്ട്. കാശ്മീരിലെ പ്രാദേശിക വിഭവങ്ങൾ കുറവായിരിക്കാം. ഇത് പ്രാദേശിക ജനങ്ങളുമായി പിരിമുറുക്കം സൃഷ്ടിക്കുന്നു. കുടിയേറ്റത്തിന്റെ വൈകാരിക ആഘാതം കേരളത്തിലെ ജനങ്ങളെ സാരമായി ബാധിക്കും. അവരുടെ വീടുകൾ, കുടുംബങ്ങൾ, ജീവിത രീതി എന്നിവ ഉപേക്ഷിക്കുന്നത് ഹൃദയഭേദകമായിരിക്കും. പലർക്കും അവരുടെ ഭാവിയെക്കുറിച്ച് ആഴത്തിലുള്ള നഷ്ടബോധവും ഉത്കണ്ഠയും അനുഭവപ്പെടും.
അതേസമയം അവരുടെ സാംസ്കാരിക സ്വത്വം സംരക്ഷിക്കേണ്ടത് പ്രധാനമാണ്. കേരളത്തിലെ പാരമ്പര്യങ്ങൾ, ഭാഷ, കല, ഭക്ഷണം എന്നിവ നിലനിർത്താനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. അങ്ങനെ കുടിയേറ്റക്കാർക്ക് പുതിയതും അപരിചിതവുമായ ഒരു സ്ഥലത്തുണ്ടായിരുന്നിട്ടും അവരുടെ വേരുകളുമായി ബന്ധം നിലനിർത്താൻ കഴിയും. കേരളത്തിൽ നിന്നുള്ളവർ കശ്മീരിൽ എത്തുമ്പോൾ പ്രാദേശിക ജനങ്ങളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള വെല്ലുവിളി അവർ അഭിമുഖീകരിക്കുന്നു. കശ്മീരിലെ ജനങ്ങളും കേരളീയ കുടിയേറ്റക്കാരും വളരെ വ്യത്യസ്തമായ സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരാണ്. കേരളീയർ മലയാളം സംസാരിക്കുമ്പോൾ കശ്മീരികൾ കശ്മീരി അല്ലെങ്കിൽ ഉറുദു സംസാരിക്കുന്നു. കേരളത്തിൽ ഉഷ്ണമേഖല കാലാവസ്ഥയാണ്. അതേസമയം കശ്മീരിൽ തണുത്ത ശൈത്യകാലവും പർവ്വത പ്രദേശവുമാണ്. ഭാഷ, ആചാരങ്ങൾ, ദൈനംദിന ജീവിതം എന്നിവയിലെ ഈ വ്യത്യാസം തെറ്റിദ്ധാരണകളോ സംഘർഷങ്ങളോ പോലും സൃഷ്ടിക്കും. എന്നിരുന്നാലും സാംസ്കാരിക കൈമാറ്റത്തിനും സാധ്യതയുണ്ട്. കേരളീയർക്ക് അവരുടെ അതുല്യമായ പാരമ്പര്യങ്ങളും ഭക്ഷണവും ഉത്സവങ്ങളും കശ്മീരിലേക്ക് കൊണ്ടുവന്ന് പ്രാദേശിക സംസ്കാരത്തെ സമ്പന്നമാക്കാം. രണ്ട് ഗ്രൂപ്പുകളും പരസ്പരം ബഹുമാനത്തോടെ സമീപിക്കുകയാണെങ്കിൽ അത് ഐക്യത്തിലേക്കും വൈവിധ്യമാർന്ന ബഹുസാംസ്കാരിക സമൂഹത്തിന്റെ സൃഷ്ടിയിലേക്കും നയിച്ചേക്കാം. പാരിസ്ഥിതിക വെല്ലുവിളികൾ വളരെ വലുതാണ്. ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയുള്ള കേരളത്തിന്റെ ഉഷ്ണമേഖല ജീവിതശൈലി കാശ്മീരിലെ തണുത്തതും പർവ്വതപരവുമായ അന്തരീക്ഷത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. കേരളത്തിൽ നിന്നുള്ള ആളുകൾ തണുത്ത ശൈത്യകാലവുമായി പൊരുത്തപ്പെടുകയും ചൂടുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും മഞ്ഞും കൈകാര്യം ചെയ്യാൻ പഠിക്കുകയും വേണം. കാലാവസ്ഥയിലെയും പരിസ്ഥിതിയിലെയും മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനാൽ പുതിയ കുടിയേറ്റക്കാർക്ക് തുടക്കത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. പുതിയ ജനസംഖ്യയെ പിന്തുണയ്ക്കുന്നതിനായി കശ്മീരിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും വിപുലീകരിക്കണം. ദശലക്ഷക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാൻ സർക്കാർ വീടുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ, റോഡുകൾ എന്നിവ നിർമ്മിക്കേണ്ടതുണ്ട്. ഭക്ഷണം, വെള്ളം, ഊർജം തുടങ്ങിയ വിഭവങ്ങൾ പ്രാദേശിക കശ്മീരി ജനതയും പുതിയ ആൾക്കാരും തമ്മിൽ പങ്കിടേണ്ടതുണ്ട്. ഇത് പിരിമുറുക്കത്തിലേക്ക് നയിച്ചേക്കാം. രാഷ്ട്രീയമായി ജനസംഖ്യയിലെ ഈ മാറ്റം പ്രാദേശിക ഭരണത്തെ ബാധിക്കും. രണ്ട് വിഭാഗങ്ങളുടെയും ആവശ്യങ്ങൾ സർക്കാർ ന്യായമായി പരിഹരിക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ പ്രാതിനിധ്യത്തെക്കുറിച്ചും വിഭവ വിതരണത്തെക്കുറിച്ചും രണ്ട് ഗ്രൂപ്പുകൾക്കിടയിൽ ചർച്ചകൾ ഉണ്ടാകാം. കാശ്മീരിലേക്ക് കുടിയേറിയ ശേഷം കേരളത്തിൽ നിന്നുള്ള ജനങ്ങൾക്ക് അവരുടെ അതുല്യമായ സംസ്കാരവും സമ്പദ് വ്യവസ്ഥയും സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ജീവിതം പുനർനിർമ്മിക്കാനുള്ള വെല്ലുവിളി നേരിടേണ്ടി വരും. കേരളത്തിലെ കാർഷിക രീതികൾ കാശ്മീരിലെ തണുത്ത കാലാവസ്ഥയുമായി പൊരുത്തപ്പെടുത്തുക എന്നതാണ് ആദ്യ ദൗത്യങ്ങളിലൊന്ന്. നെല്ല്, തേങ്ങ, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയ വിളകൾക്ക് പേര് കേട്ടതാണ് കേരളം. എന്നാൽ ഈ വിളകൾ കാശ്മീരിന്റെ പരിസ്ഥിതിയിൽ തഴച്ചു വളരുന്നില്ല. ജനങ്ങൾ പുതിയ കാർഷിക സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുകയും പ്രദേശത്തെ തണുത്ത താപനിലയ്ക്ക് അനുയോജ്യമായ വിളകളായ ആപ്പിൾ, കുങ്കുമപ്പൂ, വിവിധ പച്ചക്കറികൾ എന്നിവ വളർത്താൻ ശ്രമിക്കുകയും വേണം. ഈ മാറ്റം പുതിയ തരത്തിലുള്ള കാർഷിക ബിസിനസ്സുകളിലേക്കും സാമ്പത്തിക അവസരങ്ങളിലേക്കും നയിക്കും. ഇത് കേരളീയ കുടിയേറ്റക്കാർക്കും പ്രാദേശിക കാശ്മീരികൾക്കും ഗുണം ചെയ്യും. വ്യാപാരം, വിദ്യാഭ്യാസം, വിനോദസഞ്ചാരം എന്നിവയ്ക്കായി പുതിയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനും കേരളീയർ ശ്രമിക്കും. പ്രകൃതി സൗന്ദര്യം, കായലുകൾ, സാംസ്കാരിക പൈതൃകം എന്നിവയിൽ അധിഷ്ഠിതമായ ശക്തമായ വിനോദസഞ്ചാര വ്യവസായമാണ് കേരളത്തിനുള്ളത്. കേരളത്തിലെ പരമ്പരാഗത കല, നൃത്തം, സംഗീതം, പാചകരീതി എന്നിവ പ്രദർശിപ്പിച്ചുകൊണ്ട് കുടിയേറ്റക്കാർക്ക് സമാനമായ വിനോദസഞ്ചാര രീതികൾ കാശ്മീരിലേക്ക് കൊണ്ടുവരാൻ കഴിയും. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയെ സേവിക്കുന്നതിനായി പുതിയ സ്കൂളുകളും സർവകലാശാലകളും സ്ഥാപിക്കാനും രണ്ട് പ്രദേശങ്ങളിൽ നിന്നുമുള്ള അറിവും വിഭവങ്ങളും ഒരുമിച്ച് കൊണ്ടുവരാനും കഴിയും. ഈ ശ്രമങ്ങൾ കാശ്മീരിന്റെ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാനും പ്രദേശവാസികൾക്കും കുടിയേറ്റക്കാർക്കും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കും. എന്നാൽ കേരളത്തിന്റെ സ്വത്വം സംരക്ഷിക്കുന്നത് ഒരു പ്രധാന വെല്ലുവിളിയായിരിക്കും. പുതിയ തലമുറ മറ്റൊരു അന്തരീക്ഷത്തിൽ വളർന്ന് അവരുടെ വേരുകളുമായുള്ള സമ്പർക്കം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ സാംസ്കാരിക ദുർബലമാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് തടയുന്നതിന് കേരളത്തിന്റെ പാരമ്പര്യങ്ങൾ, കല, ഭക്ഷണം, ഭാഷ എന്നിവ നിലനിർത്താൻ ശക്തമായ ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. സാംസ്കാരിക ഉത്സവങ്ങൾ, മലയാള ഭാഷാ സ്കൂളുകൾ, സാമൂഹിക പരിപാടികൾ എന്നിവ കേരളത്തിന്റെ സാംസ്കാരിക ചൈതന്യം നിലനിർത്താനും കുടിയേറ്റക്കാരുടെ സ്വത്വം ഭാവി തലമുറകൾക്കായി സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പാക്കാനും സഹായിക്കും. കേരളത്തിലെ ജനങ്ങൾ കാശ്മീരിൽ സ്ഥിരതാമസമാക്കുന്നതിനാൽ ഭൗതിക മാതൃരാജ്യമില്ലാത്ത ഒരു സമൂഹം എന്ന വെല്ലുവിളി അവർ അഭിമുഖീകരിച്ചേക്കാം. ഒരിക്കൽ അവർ വീട് എന്ന് വിളിച്ച തീരപ്രദേശങ്ങളില്ലാതെ കേരളത്തിലെ ജനങ്ങൾക്ക് കാലാവസ്ഥാ വ്യതിയാനം മൂലം കുടിയൊഴിപ്പിക്കപ്പെട്ട ഒരു ജനതയായി സ്വയം കാണേണ്ടി വരും. എന്നാൽ ഈ സാഹചര്യം നവീകരണത്തിനും പ്രതിരോധത്തിനും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കും. കുടിയേറ്റക്കാർക്ക് അവരുടെ അറിവും വൈദഗ്ധ്യവും പ്രാദേശിക കാശ്മീരി ജനതയുടെ അറിവുമായി സംയോജിപ്പിച്ച് പുതിയ ജീവിത രീതികളിലേക്കും ജോലിയിലേക്കും പുതിയ അന്തരീക്ഷത്തിലേക്കും അഭിവൃദ്ധിപ്പെടുത്തുന്നതിലേക്കും നയിക്കും. കാലക്രമേണ കേരളത്തിലെ ജനങ്ങൾക്ക് കാശ്മീരിലെ അവരുടെ പുതിയ ജീവിതവുമായി പൊരുത്തപ്പെടാനും അവരുടെ സാംസ്കാരിക സ്വത്വം നിലനിർത്താനും അവരുടെ പുതിയ ചുറ്റുപാടുകൾ സ്വീകരിക്കാനും അവരുടെ സമൂഹത്തിന്റെ ശക്തിയും പ്രതിരോധശേഷിയും കാണിക്കാനും കഴിയും. ധാരാളം കുടിയേറ്റക്കാരുടെ വാസസ്ഥലമായി തീരുന്നതിനാൽ കാശ്മീർ കാര്യമായ മാറ്റങ്ങൾക്ക് വിധേയമാകും. കേരളം, കാശ്മീർ, ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒത്തുചേരുകയും വ്യത്യസ്ത ഭാഷകളും പാരമ്പര്യങ്ങളും ആചാരങ്ങളും കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു ബഹുസാംസ്കാരിക കേന്ദ്രമായി ഇതിന് മാറാൻ കഴിയും. ഈ വൈവിധ്യം സാംസ്കാരിക വളർച്ചയിലേക്ക് നയിക്കുമെങ്കിലും അത് കാശ്മീരിന്റെ പ്രകൃതി വിഭവങ്ങളായ ജലം, ഭക്ഷണം, ഭൂമി എന്നിവയിൽ സമ്മർദ്ദം ചെലുത്തും.
മേഖലയുടെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ അപകടത്തിലായേക്കാം. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ ഉൾക്കൊള്ളുന്നതിനിടയിൽ പരിസ്ഥിതി സംരക്ഷിക്കുന്നുവെന്ന് സർക്കാർ ഉറപ്പാക്കേണ്ടതുണ്ട്. വലിയ തോതിൽ കാലാവസ്ഥാ അഭയാർത്ഥികളെ കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ത്യ പുതിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ദശലക്ഷക്കണക്കിന് കേരളീയരുടെ കുടിയേറ്റം കാലാവസ്ഥാ വ്യതിയാനത്തെയും കുടിയേറ്റത്തെയും കുറിച്ചുള്ള നയങ്ങൾ പുനർവിചിന്തനം ചെയ്യാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കും. കാലാവസ്ഥാ അഭയാർത്ഥികളുടെ പ്രശ്നത്തെ ഇന്ത്യ എങ്ങനെ അഭിസംബോധന ചെയ്യുന്നുവെന്ന് ലോകം നിരീക്ഷിക്കുന്നതിനാൽ ജനങ്ങളുടെ ഈ ബഹുജന പ്രസ്ഥാനത്തെ രാജ്യം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് അതിന്റെ അന്താരാഷ്ട്ര പ്രശസ്തിയെ ബാധിക്കും. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തരഫലങ്ങൾ നേരിട്ട് ബാധിക്കുമെന്നതിനാൽ ആഗോള കാലാവസ്ഥാ നയങ്ങളിൽ ശക്തമായ നടപടികൾ കൈക്കൊള്ളാൻ ഈ സാഹചര്യം ഇന്ത്യയെ പ്രേരിപ്പിക്കും. ആഗോള താപനത്തെ തുടർന്ന് കേരളത്തിൽ നിന്ന് കാശ്മീരിലേക്ക് ഒരു കൂട്ടം ആളുകൾ പലായനം ചെയ്യുന്ന ഈ സാങ്കല്പിക സാഹചര്യം ഭാവിയിൽ നാം അഭിമുഖീകരിച്ചേക്കാവുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുന്നു. ബുദ്ധിമുട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ നിർബന്ധിതരാകുമ്പോൾ ഊർജ്ജസ്വലരുമാണെന്ന് ഇത് കാണിക്കുന്നു. കഷ്ടപ്പാടുകളും നഷ്ടങ്ങളും ഉണ്ടായിരുന്നിട്ടും കേരളത്തിലെ ജനങ്ങൾ അതിജീവിക്കാൻ പുതിയ വഴികൾ കണ്ടെത്തുകയും അവരുടെ പുതിയ അന്തരീക്ഷത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തേക്കാം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടാൻ തയ്യാറാകുന്നതിന്റെ പ്രാധാന്യവും അതിന്റെ ആഘാതം കുറയ്ക്കുന്നതിന് സജീവമായ നടപടിയുടെ ആവശ്യകതയും ഇത് എടുത്തു കാണിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ ആഗോള സഹകരണത്തിന്റെ ആവശ്യകതയാണ് ഈ സാഹചര്യത്തിൽ നിന്നുള്ള വിശാലമായ സന്ദേശം. ഒരു രാജ്യവും അതിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് മുക്തമല്ല. കാർബൺ ഉദ്വമനം കുറയ്ക്കുന്നതിനും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനും ഭാവി തലമുറകൾക്കായി സുസ്ഥിരമായ പരിഹാരങ്ങൾ സൃഷ്ടിക്കുന്നതിനും നാം എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. കേരളം പോലുള്ള തീരപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ അപകട സാധ്യതകൾ നേരിടേണ്ടി വന്നേക്കാവുന്ന ദുർബലരായ സമൂഹങ്ങളെ പിന്തുണയ്ക്കേണ്ടതിന്റെ പ്രാധാന്യവും ഈ സാഹചര്യം എടുത്തു കാണിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം വീട് വിടാൻ നിർബന്ധിതരായ ആളുകൾക്ക് അവരുടെ ജീവിതം പുനർനിർമ്മിക്കാനുള്ള വിഭവങ്ങളും പിന്തുണയും അവസരങ്ങളും ഉണ്ടെന്ന് സർക്കാരുകളും അന്താരാഷ്ട്ര സംഘടനകളും ഉറപ്പാക്കണം. ആത്യന്തികമായി പാഠം വ്യക്തമാണ്. നമ്മുടെ ഗ്രഹത്തെ സംരക്ഷിക്കുന്നതിനായി ഇപ്പോൾ പ്രവർത്തിക്കുന്നതിലൂടെ എല്ലാവർക്കും കൂടുതൽ സുസ്ഥിരവും തുല്യവുമായ ഭാവി സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.